നമ്മുടെ തമ്പുരാനെ നമുക്ക് പല രീതിയിൽ സാക്ഷ്യം നൽകാം ഈ ലോകത്തിന് മുമ്പിൽ. അതിൽ ഏറ്റവും വലിയ സാക്ഷ്യം നമ്മുടെ ജീവിത സാക്ഷ്യമാണ്. ക്രിസ്തുവിനെ എങ്ങനെ നമ്മൾ ഈ ലോകത്തിന് മുമ്പിൽ ജീവിച്ച് കാണിക്കുന്നു, താൻ അനുഭവിച്ച ക്രിസ്തുവിനെ, താൻ ജീവിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പങ്കുവെക്കുവാൻ ഇന്ന് വന്നിരിക്കുക ഇന്നത്തെ യൂത്ത് ഐക്കൺ നമ്മുടെ പ്രിയപ്പെട്ട മെൽബിനാണ്. മെൽബിനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മെൽബിൻ. ഞാൻ തെക്കൻ താണിശ്ശേരി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ രൂപത CLCയിലെ എക്സിക്യൂട്ടീവ് അംഗത്തിൽ ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ നിന്നുള്ളൊരു അനുഭവമാണ് ആദ്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു 8ാം ക്ലാസ്സൊക്കെ മുതലായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. ഞാനും എൻ്റെ അപ്പച്ചനും എല്ലാം പള്ളിയിൽ പോകുന്ന ഒരു പതിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ ഡിഗ്രി കാലഘട്ടമായ സമയത്ത് എൻ്റെ ചേട്ടൻ പുറത്താണ്, വീട്ടിൽ ഞാനും എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഒരു ദിവസം രാവിലെ പള്ളിയിലേക്ക് പോകാനായിട്ട് എഴുന്നേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം പെട്ടെന്ന് എൻ്റെ അപ്പച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വേഗം വാ, അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അമ്മച്ചിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അമ്മ ആകെ കൈയും കാലൊക്കെ ഇട്ട് അടിക്കുന്നു, ആകെ വയർത്തൊലിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ല, ശ്വാസം മുട്ടുന്നു ആൾക്ക്. അങ്ങനെ ഒരു അറ്റാക്ക് വന്നതാണ് ആൾക്ക്. അത്രയുമേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്ക് ഒരു വാക്ക് മിണ്ടാൻ പറ്റുന്നില്ലായിരുന്നു. അത് ആ സമയത്ത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും പപ്പയും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനും അതുപോലെ തന്നെ ആൾക്ക് മറ്റു കുഴപ്പങ്ങളില്ലാതെ വേഗം എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനും സാധിച്ചു. ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു അരമണിക്കൂർ കൂടി വൈകിട്ട് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വൈകിട്ടാണ് എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതെങ്കിൽ ചിലപ്പോൾ ഞാൻ അന്ന് കേൾക്കേണ്ടി വരെ ഒരു വലിയ ദുഃഖവാർത്തയായിരുന്നു. കാരണം എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംസാരിക്കാൻ പോലും ആ സമയത്ത് പെട്ടെന്ന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാളെ വിളിക്കാനോ സഹായത്തിനോ ഒന്നിനും പറ്റുന്നില്ല. ഞാനും പപ്പയും പള്ളിയിൽ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻ്റെ അമ്മേനെ ചിലപ്പോൾ നഷ്ടമായേനെ. ദൈവത്തിൻ്റെ വലിയൊരു കരുതലായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് അനുഭവപ്പെട്ടത്. ഇതുപോലെ തന്നെ ഏതൊരു സാഹചര്യം വരുമ്പോഴും പെട്ടെന്ന് എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ചെല്ലുമ്പോൾ 2 വാക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സ് ബ്ലാങ്ക് ആയിരിക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് അതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് പകരം ഞാൻ കണ്ടുപിടിച്ച മറ്റൊരു റെമഡി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മേനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നന്മ നിറഞ്ഞ പറയും. ഞാൻ ആ സമയം കൊണ്ട് ഇപ്പം 5 മിനിറ്റ് എനിക്ക് ഒരുങ്ങാൻ സമയം തരാണെങ്കിൽ ആ 5 മിനിറ്റും ഞാൻ നന്മ നിറഞ്ഞവരെയുമാണ് എത്തിക്കുക. ആ സമയത്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള കാര്യം എന്നിലൂടെ ദൈവം നടത്തി തരും എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മേനെ കൂടുതലായിട്ട് കൂട്ടുപിടിക്കാനായിട്ട് എന്നെ സഹായിച്ചത് CLC തന്നെയാണ്. CLCയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ വഴി നമുക്ക് എന്ത് കാര്യവും എളുപ്പത്തിൽ ഈശോയുടെ അടുത്ത് ചോദിച്ച് സാധിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മളതിനെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് കാണുന്നത് കാനായിലെ കല്യാണ വിരുന്നിലാണ്. ഈശോയോട് ചെന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം ഈശോയ്ക്ക് തട്ടി കളയാൻ പറ്റില്ല. നമ്മളായാലും നമ്മുടെ വീടുകളിലൊക്കെ അപ്പച്ചനോട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾ ആദ്യം ഓടിച്ചെന്ന് അമ്മേനോട് സംസാരിച്ച് അമ്മ വഴിയാണ് അത് അപ്പച്ചനോട് പറഞ്ഞ് കാര്യം നേടാറ്. അതേ ഒരു ട്രിക്ക് തന്നെ അല്ലെങ്കിൽ അതേ ഒരു റെമഡി തന്നെയാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്യാറ്. ഞാൻ ആദ്യം പരിശുദ്ധ അമ്മേനോട് പറഞ്ഞ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഞാൻ കൊടുക്കും. അപ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന കാര്യം ഈശോ തട്ടിക്കളയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതൊരു സാഹചര്യത്തിലായാലും എപ്പോഴും പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിക്കാനായിട്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ അടുത്ത് ഞാൻ അനുഭവിച്ചതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ CLCയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ CLCയിൽ എന്താ ആഘോഷങ്ങൾ, ഈ അടുത്ത് നടക്കുന്ന എന്താ ആഘോഷം, ഇപ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റെന്ത് ആഘോഷങ്ങളായാലും CLC ഡേ ആയാലും എല്ലാം ഇപ്പോൾ ജോഷേച്ചി ഞങ്ങളുടെ കൂടെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കാറ്. അങ്ങനെ ആഘോഷിക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീലാണ്. അവിടെ ചെന്ന് ഞാനിപ്പോൾ വലിയ പാട്ടുകാരനൊന്നുമല്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ പാടും. അപ്പോൾ ഒരു വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ നിന്ന് പാടി അവരുടെ റെസ്പോൺസ് കിട്ടുന്നതിനേക്കാളും വലിയൊരു സന്തോഷം
ആ ഒരു അമ്മമാരുടെ അല്ലെങ്കിൽ അപ്പച്ചന്മാരുടെ മുമ്പിൽ ചെന്ന് നിന്ന് പാടി അവർ നല്ലതാന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ചെന്ന് അവരെ ഒരു നിമിഷം ഒരുപാട് സങ്കടത്തിൽ, നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് സങ്കടത്തിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തികൾ ആ ഒരു നിമിഷം നമ്മുടെ ഒരു പാട്ട് കേട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വർത്താനം കേട്ട് നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട് ഒരുപാട് സന്തോഷത്തിലേക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഈശോയുടെ ഒരു വചനമാണ്, നിങ്ങൾ ഈ ഒരു ചെറിയവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന്. അപ്പോൾ അവരിലൂടെ ഈശോയാണ് സന്തോഷിച്ചത്, അല്ലെങ്കിൽ അവരിലൂടെ ഈശോയാണ് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചത് എന്നുള്ളൊരു സന്തോഷവും കൂടി എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, എന്ത് കാര്യമുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്താലും അത് ദൈവത്തിനാണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി ഈ നോമ്പ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ മുഖം കാണാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.